ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഓവർ തിങ്കിങ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആക്ച്വലി പഠിക്കാൻ പോവാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്റ്റഡി റൂട്ടീൻ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും, ഇന്ന് പറ്റുന്ന പോലെ അത് കംപ്ലീറ്റ് ചെയ്യും. സോ ഹൈ ഗൈസ്, ഐ എം സിദ്ധാർത്ഥ്. ഐ എം എൻ ACCA ഫൈനലിസ്റ്റ്. എൻ്റെ ലാസ്റ്റ് പേപ്പർ AFM ചെയ്യുന്നു എലാൻസിൽ. കുറച്ച് കാലങ്ങളായിട്ട് വർക്കെല്ലാം കാരണം സ്റ്റഡീസിൽ വല്ലാതെ ബാക്കിലോട്ടായ പോലെ ഫീൽ ചെയ്തു. നിങ്ങൾ ലാസ്റ്റ് വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തു. സോ ഇനിയിപ്പോൾ തിരിച്ച് ട്രാക്കിലേക്ക് കയറണം, അല്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. ഞാനാണെങ്കിൽ ക്ലാസ് പോലും അപ് ടു ഡേറ്റ് ആക്കിയിട്ടില്ല. ഞാൻ കണ്ട് തീർത്ത ക്ലാസ്സസ് ആണെങ്കിൽ അങ്ങനെ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ജസ്റ്റ് കണ്ടിങ്ങനെ പോയി നോട്ട്സ് പ്രിപ്പയർ ചെയ്തു എന്നല്ലാതെ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയില്ല. സോ ഇന്നത്തെ നമ്മുടെ ഗോൾ സിമ്പിളാണ്. ബേൺ ഔട്ട് ആവാത്ത ക്ലാസ്സസ് എല്ലാം അപ് ടു ഡേറ്റ് ആക്കുക, ഒരു ക്ലീൻ ഡയറ്റ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ ജിമ്മിന് പോവുക. സോ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് റൊട്ടീൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഐസിങ് നല്ല പരിപാടിയാണ് കേട്ടോ. ഫേസ് പഫിനെസ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടും. ജിമ്മിന് ഇപ്പം ഞാൻ രാവിലെയാണ് പോവാറ്. കാരണം പൊതുവെ ഇപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും നല്ല ക്ഷീണമാണ്, പോരാത്തതിന് ഭയങ്കര മഴയും കൂടിയല്ലേ. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ പണി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ മടി പിടിച്ച് പോവാതിരിക്കും. അങ്ങനെ ഒരു 7:50 ഒക്കെ ആയപ്പോൾ ജിമ്മിലെത്തി. ഇന്ന് ചെസ്റ്റാണ് വർക്കൗട്ട് ആക്കിയത്. 2 മന്ത് ബ്രേക്ക് കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് സിംഗിൾ പാർട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പഠിക്കുന്ന ടൈം ഒരു ഫുൾ ടൈം ജോബിനും കൂടി പോയുള്ള അവസ്ഥ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാൻ ടൈം കിട്ടില്ല. ഫുള്ളി ബേൺ ഔട്ട് ആവും, മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഇപ്പോൾ എന്തൊരു സമാധാനമുണ്ട്. കാര്യം കാണിച്ചാലേ അങ്ങനെ ഒരു 9-10 ആയപ്പോൾ നമ്മൾ ജിമ്മ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് 2 എഗ്ഗ്, 2 റോബസ്റ്റ്, പിന്നെ 2 ബ്രെഡ്. ഇത്രയാണ് ഞാൻ കഴിക്കുന്നത്. ഇതിൽ ബുൾസയാണ് ഉണ്ടാക്കാൻ നോക്കിയെന്നുണ്ടെങ്കിലും ഒന്ന് മറിച്ചിടേണ്ടി വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വേഗം പോയി കുളിച്ചു വന്നു. ഞാനൊരു സജഷൻ പറയാം കേട്ടോ. ഈ ഒരു കെമിസ്റ്റ് അട്ട്ലൈൻ്റെ അണ്ടർആം റോളർ പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാനിപ്പോൾ ഒരു 4-5 ബോട്ടിലെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നൈസാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ബേസിക്കായിട്ട് സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു മെന വരുന്നില്ലല്ലോ. ഇനി ജസ്റ്റ് അന്നത്തെ ടാസ്ക് ഷീറ്റ് കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി അറിയാലോ. സോ ഇന്ന് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്റർ 10 ഇത്രയും ക്ലാസ്സസും അതേപോലെ തന്നെ ചാപ്റ്റർ 9 കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് കണ്ടുതീർക്കാനുള്ളത്. എല്ലാം കൂടി ഒരു 4.5-5 മണിക്കൂറിൻ്റെ അടുത്തുള്ള ക്ലാസ്സസ് ഉള്ളത്. പക്ഷേ ക്ലാസ്സിൽ എന്താ വെച്ചാൽ സാർ ഓരോ കാര്യം ഇങ്ങനെ പോസ് ചെയ്തിട്ട് അത് നമ്മളോട് വായിക്കാൻ പറയും. ലൈക്ക് നമ്മൾ ഈ റെക്കോർഡിങ്സ് കാണുന്നതുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്യും. സോ ആക്ച്വലി ഇത് 30 മിനിറ്റിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞ് ഇതിലിടുന്നത് 40 മിനിറ്റ് 50 മിനിറ്റ് ക്ലാസ്സസ് ആയിരിക്കും. സോ നമുക്ക് അത്രയും ടൈം എടുക്കും ഇത് എക്സ്ട്രാ പോസ് ചെയ്ത് നോട്ട് ഉണ്ടാക്കാനും. പിന്നെ ചില കാര്യങ്ങൾ മനസ്സിലാവുണ്ടാവില്ല, അത് പിന്നെ ബാക്ക് അടിച്ച് കാണേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. 4.5 മണിക്കൂറിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടുവരുമ്പോൾ 6-7 മണിക്കൂറാവും. അപ്പോൾ ഞാനിന്ന് മൊത്തം എത്ര മണിക്കൂർ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോ. നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു നോട്ട്ബുക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ എല്ലാ P-level പേപ്പേഴ്സിനും ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് തന്നെ ആകെ 6-7 പേജ് നമുക്കിതിൽ എഴുതേണ്ടി വന്നിട്ടുള്ളൂ. ഇന്നാണെന്നുണ്ടെങ്കിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ പേനയും തെളിയുന്നില്ല. നല്ല തുടക്കം എന്ന് പറഞ്ഞല്ലേ. നമ്മൾ എത്ര ലാപ്പിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്താലും ബുക്കും പെന്നും വെച്ച് എഴുതുന്ന ആ ഒരു കണക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. സോ ഞാൻ ബേസിക്കലി ചെയ്യാറ് നോട്ട്സും കാര്യങ്ങളൊക്കെ എക്സലിൽ അല്ലെങ്കിൽ വേർഡിൽ തന്നെ ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ചെയ്യുന്നത് ഞാനും ബുക്കിൽ ചെയ്യും. സാർ ചെയ്യുന്ന ആ കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഞാൻ ഈ ബുക്കിൽ എഴുതിയ ക്വസ്റ്റ്യനും കൂടി എക്സലിലേക്ക് ആക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ 2 വട്ടം ചെയ്തു എന്നുമായി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കൂടി ഒന്ന് തറവ് ആവുമല്ലോ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആവുന്ന കൂട്ടത്തിലാണെങ്കിൽ എന്തായാലും പേപ്പറും പേനയും വെച്ച് തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തോട്ടോ. എന്നിട്ട് അതിനെ കമ്പ്യൂട്ടറിൽ ആക്കിയാൽ മതി. കാരണം ക്ലാസ് കാണുന്ന ടൈമിൽ നമുക്ക് ഫുൾ ഫോക്കസ് ഉണ്ടെങ്കിൽ മിക്കവാറും കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നത് നമ്മൾ നോട്ട്സായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് നമ്മൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അങ്ങനെ 2 ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 12:45 ആയിട്ടുണ്ട്. നമ്മൾ 10 മണിക്ക് തുടങ്ങിയാണെന്ന് ആലോചിക്കണം. 2 ക്ലാസ്സിന് 2.25 മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ടില്ല, അപ്പോൾ ഒരു ആപ്പിൾ എന്തെങ്കിലും മുറിച്ച് കഴിക്കാമെന്ന്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ഹെവി ഫുഡായിരിക്കും, അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ ഞാൻ യൂഷ്വലി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാറില്ല. എന്തെങ്കിലും സിനിമ കാണുക അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ വല്ല പരിപാടികളായിട്ട് പോകാറാണ് പതിവ്.
ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ ടൈമിൽ ഈ ലൂയിനൊക്കെ എപ്പോഴും വീഡിയോസിൽ കാണിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്തോ അവനെ കാണിക്കുന്നതൊക്കെ കുറച്ചു. അപ്പോൾ അതാണ് ലൂയി, ഇതാണ് ലൂയിസ്. രണ്ടും ലാബ്രഡോറാണ്, പക്ഷേ ഇതിനെന്തോ വലിപ്പം വെക്കുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് 2-3 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ആ മിന്ത്രേൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ വെച്ചാൽ നമ്മൾ 5 വീഡിയോസ് എടുത്തു കൊടുക്കണം മിന്ത്രേൻ്റെ സാധനം മേടിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ അടുപ്പിച്ച് 5 എണ്ണം ഗെറ്റ് റെഡി വിത്ത് മീയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഇട്ട് കേട്ടോ. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു. ഈ ഒരു സാധനം ഭയങ്കര വൈറലാണല്ലോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ നേസൽ ഡ്രോപ്സ് കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജസ്റ്റ് അവർക്ക് നോക്കി ഞാൻ ഒരു 1.5 മണിക്കൂർ കിടന്നിറങ്ങി. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ജസ്റ്റ് ഒരു ചായ ഉണ്ടാക്കി കുറച്ച് നേരം പത്രമൊക്കെ വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പഠിപ്പ് മാത്രം പോരല്ലോ, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി അറിയണ്ടേ. പിന്നെ ആ നേസൽ സ്ട്രിപ്പ് ഞാനിപ്പോൾ ഒരാഴ്ചയോളം ഉപയോഗിച്ചു കേട്ടോ. സംഭവം ഭയങ്കര അടിപൊളിയൊന്നുമല്ല, എന്നാലും വേണമെങ്കിൽ മേടിച്ച് ഉപയോഗിച്ച് നോക്കാമെന്ന് മാത്രം. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രീ ടൈം ലൈക്ക് ഈവനിങ്ങുള്ള ടൈമും ഉച്ചയ്ക്കുള്ള കുറച്ച് സമയമൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടോ കുറേ കാലമായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് വന്നു, ഭയങ്കരമായിട്ട് അൺഹെൽത്തി ആയ പോലെ എല്ലാവരും പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പഠിക്കാനിരുന്നു. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സുകൾ കണ്ടു തീർക്കുക, എന്നിട്ട് അത് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ 2 ക്ലാസ്സും കൂടിയാണ് ചെയ്ത് തീർക്കാനുള്ളത്, ആംസ്ട്രോങ്ങും പിന്നെ അതിൻ്റെ ഓപ്ഷൻസും. ഇപ്പോൾ സമയം 8:30 അപ്പോൾ എനിക്കിനി കടയിൽ പോയിട്ട് അമ്മേനെ പിക്ക് ചെയ്തിട്ട് വരണം. നമ്മുടെ ഒരു ബൊട്ടീക്ക് വരുന്നത് നിലമ്പൂർ എടമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ നടത്തുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ലേഡീസ് കളക്ഷൻസ് ഒക്കെ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കാം, അവിടെ കയറിയിട്ട് ഓർഡർ ചെയ്താൽ മതി. കട തുടങ്ങിയ സമയത്ത് താഴെ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ മുകളിലേക്കും കൂടി 2 റൂം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ തീർത്ത് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഉച്ചക്കത്തെ സെയിം സാധനമാണ്, എക്സ്ട്രാ ഒരു മത്തി ഫ്രൈയും കൂടി വെച്ചു എന്ന് മാത്രം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കണം തോന്നി. അപ്പോൾ ഞാൻ താന്തോന്നി എന്ന് പറഞ്ഞ സിനിമ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ കുറച്ച് ഐസ്ക്രീമും കഴിച്ചു. അപ്പോഴേക്കൊക്കെ നല്ല ക്ഷീണം വന്നു. ഞാൻ ഒരു ക്ലാസ്സും കൂടി കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആകെ ഈ 2 ക്ലാസ്സും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസും. സോ ഇത്രയും കാര്യങ്ങൾ നാളെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്സുമായിട്ട് അപ് ടു ഡേറ്റ് ആയി. പക്ഷേ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഫുള്ള് ഫോക്കസ് ഇരുന്ന് അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇനി എനിക്ക് ഒന്നും കൂടി പഠിക്കേണ്ടി വരും. നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ ഐസ്ക്രീം എന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് നിങ്ങൾ ഇത്രയും നേരം കണ്ടു എന്ന് എനിക്ക് അറിയാലോ. അപ്പോൾ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു ഒന്ന്. വിചാരിച്ച പ്ലാനൊക്കെ ഒരു 95% നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആകെ 2 ക്ലാസ്സസ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ദിവസം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.